ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ്, അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയിൽ നമ്മൾ പരിശോധിച്ചാൽ അതൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ആക്ച്വലി പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ FIIസിൻ്റെ ശക്തമായ ഔട്ട്ഫ്ലോസും അതുപോലെ റൂപ്പിയുടെ വീക്ക്നെസ്സും ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിലും RBI കൊണ്ടുവന്നിട്ടുള്ള 25 ബേസിസ് പോയിന്റ്സിന്റെ റേറ്റ് കട്ട് അത് മാർക്കറ്റിനെ തിരിച്ചു വരുവാൻ ഒരു കാരണമായി. അങ്ങനെ 26,186 എന്ന ലെവലിൽ ക്ലോസ് ചെയ്യാനും നിഫ്റ്റിക്ക് സാധിച്ചു. എന്നാൽ ബ്രോഡ് മാർക്കറ്റിലെ പല കാറ്റഗറികളിലുള്ള ഇൻഡെക്സുകളുടെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ചുവരവ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ മാത്രമാണ് കാണുന്നത്. കാരണം പല ഇൻഡെക്സുകളുടെയും ഒരു പെർഫോമൻസ് നോക്കിയാൽ ഇപ്പോൾ നിഫ്റ്റി 50 -0.06 എന്നൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെങ്കിലും കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി നെക്സ്റ്റ് 50 -0.62% ഡിക്ലൈൻ ആണ്. അതുപോലെ നിഫ്റ്റി മിഡ് ക്യാപ് 150 -0.84% ഡൗൺ ആണ്. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ആണെങ്കിൽ -1.42% ഡൗൺ ആണ്. നിഫ്റ്റി മൈക്രോ ക്യാപ് 250 -2.88% ഡൗൺ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മെ പോലെയുള്ള ശരാശരി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോ കൂടുതലായിട്ടും ഈ സ്മോൾ ക്യാപ്പും മൈക്രോ ക്യാപ്പും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് പോയാലും നമ്മുടെ പോർട്ട്ഫോളിയോ ഇപ്പോഴും നെഗറ്റീവ് തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ ആഴ്ച അത്രമാത്രം സിവിയർ ആയിട്ടുള്ള ഒരു ഫോളാണ് നമ്മൾ സ്മോൾ ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും കണ്ടിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച RBI കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റേറ്റ് കട്ട് മാർക്കറ്റിൽ വലിയ തോതിൽ പണം ഇഞ്ചക്ട് ചെയ്യാനുള്ള ഒരു ശ്രമവും RBIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അപ്പോൾ ബോണ്ട് റീപർച്ചേസ് ചെയ്യാനുള്ള ഒരു തീരുമാനം RBI കൊണ്ടുവന്നിരുന്നു. അതായത് നമുക്കറിയാം, ഗവൺമെന്റ് പല വിധത്തിലുള്ള ബോണ്ടുകൾ ഇറക്കാറുണ്ട്. ഈ ബോണ്ടുകൾ ബാങ്കുകൾ പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബാങ്കുകളിൽ നിന്നും ഇപ്പോൾ RBI തിരിച്ചു വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകളിലേക്ക് പണം ഒഴുകും. അതേപോലെ ഡോളർ റുപ്പി സ്വാപ്പിംഗും കൂടി കഴിഞ്ഞ RBIയുടെ അനൗൺസ്മെന്റിൽ പറഞ്ഞിരുന്നു. അതായത് ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന ഡോളറുകൾ ഗവൺമെന്റ് വാങ്ങിക്കും, അതിന് പകരം റൂപ്പി കൊടുക്കും. അത് ഒരു എഗ്രിമെന്റ് ആണ്. പിന്നീട് ഡോളർ ശക്തിപ്പെടുമ്പോൾ അത് തിരിച്ചു വാങ്ങും. അതാണ് ഡോളർ റുപ്പി സ്വാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള മെഷേഴ്സ് കാരണം ഏകദേശം 1.45 ലക്ഷം കോടിയുടെ ഒരു ലിക്വിഡിറ്റി ഈ സിസ്റ്റത്തിൽ വരികയും അങ്ങനെ പണത്തിൻ്റെ ശക്തമായ ഒഴുക്ക് മാർക്കറ്റിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ശക്തമായിട്ടുള്ള പണലഭ്യത മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും റേറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പല സെക്ടറുകളിലും നല്ല മുന്നേറ്റം ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ റിയാലിറ്റി, ഓട്ടോ സെഗ്മെൻറ്റ്, കാരണം അവിടെയൊക്കെ ലോൺ ഗ്രോത്ത് വർദ്ധിക്കും. അതേപോലെ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സെഗ്മെന്റ്, പ്രത്യേകിച്ച് NBFCകൾ, നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഗുണകരമാകും. അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ലോൺ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില സെക്ടറുകളായിരിക്കും ഈ പറയുന്ന ഫൈനാൻഷ്യൽസും ഓട്ടോ സെഗ്മെന്റും അതുപോലെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സൈക്ലിക്കൽ സ്റ്റോക്കുകളും. അതേപോലെ റുപ്പിയുടെ ആ ഒരു വീക്ക്നെസ് തുടരുന്നതിനാൽ IT സെഗ്മെന്റും അതിൻ്റെ ആ ഒരു മുന്നേറ്റം തുടരാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ കൂടുതൽ ഇമ്പോർട്ടിനെ ആശ്രയിച്ച് നിൽക്കുന്ന സെഗ്മെന്റുകളിലെ സ്റ്റോക്കുകളിൽ നിന്നും താൽക്കാലികമായെങ്കിലും വിട്ടു നിൽക്കുന്ന ഏറ്റവും നന്നായിരിക്കും. കാരണം കറൻസി സ്റ്റെബിലൈസ് ആകുന്നത് വരെ ഈ സ്റ്റോക്കുകളിൽ സ്വാഭാവികമായിട്ടും ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉയർന്ന് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈ ഓൺ ഡിപ്സ് എന്നുള്ള ഒരു സ്ട്രാറ്റജി പ്രത്യേകിച്ച് മിഡ് ആൻഡ് ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഇപ്പോഴും പല അവസരങ്ങളും പല സ്റ്റോക്കുകളിലും ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന FOMC മീറ്റിംഗ്, ഫെഡറൽ റിസർവിൻ്റെ ആ ഒരു മീറ്റിംഗിൽ റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഗ്ലോബലായിട്ട് മാർക്കറ്റിൽ ഒരു മുന്നേറ്റം നേരിയ തോതിലെങ്കിലും ഉണ്ടാവും. ആ സന്ദർഭങ്ങളിൽ ഇത്തരം ബൈ ഓൺ ഡിപ്പിൽ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ നൽകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഇവന്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഡിസംബർ 12 ആയിരിക്കും അത് വരിക. നമുക്കറിയാം, കഴിഞ്ഞ മാസം 0.25% ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള, ഹിസ്റ്റോറിക്കലി ലോ ആയിട്ടുള്ള ഒരു ഇൻഫ്ലേഷനാണ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RBI ഇത്തരത്തിലുള്ള റേറ്റ് കട്ടൊക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു ഇൻഫ്ലേഷൻ്റെ തോത് അതേ ലെവലിൽ തുടരുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ CPI ഇൻഫ്ലേഷൻ മാർക്കറ്റിൽ ഒരു പ്രധാന ഇവൻ്റായി മാറും. കൂടാതെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലോൺ ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും ഫോറക്സ് റിസർവ്സും ഒക്കെ അതിൻ്റെയൊക്കെ ഡാറ്റകളും നമുക്ക് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം. അതുപോലെ മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ വരുന്ന ഡാറ്റകളും ഇത്തരത്തിലുള്ള പല ഡാറ്റകളും നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ നേരിയ തോതിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ-റഷ്യ ഡീല്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ ഈ രണ്ട് രാജ്യങ്ങളും 16ഓളം എഗ്രിമെന്റുകളിലാണ് ഒപ്പിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡിഫൻസ്, ട്രേഡ്, എക്കണോമി, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, കൾച്ചർ, മീഡിയ, ഇത്തരം മേഖലകളിലാണ് ഈ ഒരു എഗ്രിമെന്റുകൾ വന്നിട്ടുള്ളത്. ഇത് കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞതായിട്ട് കാണാം. അതായത് ഇന്ത്യയിലേക്കുള്ള ഒരു ഫ്യൂവൽ സപ്ലൈ അത് തുടരാൻ റഷ്യ ഇപ്പോൾ റെഡിയാണെന്നും
ഇപ്പോൾ ഒരു വളരുന്ന ഒരു എക്കണോമി എന്നുള്ള നിലയിൽ ഈ ഒരു ഫ്യൂവൽ സപ്ലൈ നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ്. അപ്പോൾ ഇവിടെ രസകരമായ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത് US-ഉമായിട്ടുള്ള ഇന്ത്യയുടെ ട്രേഡ് ഡീലിന്റെ പുതിയ ഒരു സെഷൻ ആരംഭിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യക്കെതിരെ 50% താരിഫ് എന്നുള്ള പെനാൾട്ടിയിലേക്ക് വരാനുള്ള കാരണം തന്നെ റഷ്യയുമായിട്ടുള്ള ഓയിൽ ഡീൽസ് ആണ്. അപ്പോൾ ഇവിടെ അത് തുടരുമെന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ചയാണ് US-ന്റെ ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള റിക് സ്വിറ്റ്സർ അദ്ദേഹത്തിന്റെ ഡെലിഗേറ്റ്സും ഒക്കെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈനൽ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഈ ഒരു കലണ്ടർ ഇയറിൽ തന്നെ ഈ ഡിസംബർ അവസാനം തന്നെ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കൊമേഴ്സ് സെക്രട്ടറി ആയിട്ടുള്ള രാജേഷ് അഗർവാൾ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ റഷ്യയുമായിട്ടുള്ള ഈ ഒരു ഡീലും US-ഉമായിട്ടുള്ള ഡീലും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യം കൂടി അവിടെ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുകൂടാതെ അടുത്ത ആഴ്ച ഒരു പ്രധാനപ്പെട്ട ഇവന്റ് സ്വാഭാവികമായിട്ടും വേൾഡ് വൈഡ് ആയിട്ട് എല്ലാവരും ഉറ്റുനോക്കുന്നത് US-ന്റെ ഫെഡറൽ മീറ്റിംഗ് ആണ്. അപ്പോൾ ഈ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഡിസംബർ 9 മുതൽ 10 വരെയാണ് നടക്കുക. അപ്പോൾ അവിടെ ഒരു 0.25% ഒരു റേറ്റ് കട്ട് US-ൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് 86% അനലിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു റേറ്റ് കട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഗ്ലോബലായിട്ട് മൊത്തത്തിലുള്ള പ്രത്യേകിച്ച് എമേർജിംഗ് മാർക്കറ്റിലൊക്കെ ഒരു സ്റ്റേബിൾ പെർഫോമൻസിന് അത് കാരണമാകും. പ്രത്യേകിച്ച് വലിയ തോതിലുള്ള കറൻസി പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് വലിയ അനുഗ്രഹമാകാനും സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ FIIs-ന്റെ ആക്ടിവിറ്റീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വീക്ക് ഡിസംബർ 1 തീയതി മുതൽ 5 തീയതി വരെയുള്ള 5 ട്രേഡിംഗ് ഡേയിൽ അവർ 10,403 കോടിയുടെ ഒരു നെറ്റ് സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. ലാസ്റ്റ് ഫ്രൈഡേ മാത്രമാണ് അവരുടെ സെല്ലിംഗ് കുറച്ച് കുറഞ്ഞതായിട്ട് നമ്മൾ കാണുക. അത് 1000 കോടിക്ക് താഴെയാണ്. ബാക്കിയുള്ള 5 ട്രേഡിംഗ് ഡേയിലും അവർ നെറ്റ് സെല്ലേഴ്സ് ആണ്. അപ്പോൾ ഈ FIIs-ന്റെ സെല്ലിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അത് റുപ്പിയുടെ വീക്ക്നെസ് ആണ് ഈ ഒരു കാരണത്തിലേക്ക് അവർ നയിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഒരു വർഷം, അതായത് 2025 മുതൽ ഈ നവംബർ മാസം വരെയുള്ള റുപ്പിയുടെ വീക്ക്നെസ് ഏകദേശം 5% അത് ഡോളറിനെതിരെ താഴോട്ടേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നിഫ്റ്റി 50 നൽകിയ റിട്ടേൺ കഴിഞ്ഞ ഒരു വർഷം, അതായത് 2025 മുതൽ ഇതുവരെയുള്ള റിട്ടേൺ 10% കൂടുതലാണ്. അപ്പോൾ ഒരു FII ജനുവരി 1 തീയതി നിഫ്റ്റിയിൽ ഡോളറിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 10% റിട്ടേൺ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ അവർക്ക് കിട്ടാൻ പോകുന്ന 5% മാത്രമായിരിക്കും. കാരണം ആ ഡോളർ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് 5% ചുരുങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ടും FIIs-ന്റെ സെല്ലിങ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് അവരെ കുറ്റം പറയാനാവില്ല. അതേസമയം DIAs ശക്തമായ ബൈങ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസംബർ മാസം ഏകദേശം 10,000 കോടിയുടെ സെല്ലിംഗ് ആണ് FIIs നടത്തിയെങ്കിൽ 19,000 കോടിയുടെ ഏകദേശം ഡബിൾ എമൗണ്ടിൻ്റെ ബൈങ് ആണ് DIAs നടത്തുന്നത്. അപ്പോൾ DIAs-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബൈ ചെയ്യുകയല്ലാതെ രക്ഷയില്ല. കാരണം അത്രമാത്രം ഫണ്ടാണ് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് അവർക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൂടാതെ GDP ഗ്രോത്തും കോർപ്പറേറ്റ് ഏർണിങ്സ് വർദ്ധിച്ചതും ഒക്കെ DIAs-നെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് അവർക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ളത്. അപ്പോൾ FIIs-ന്റെ ഒരു തിരിച്ചുവരവ് റുപ്പി സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നിലവിൽ റുപ്പി ട്രേഡ് ചെയ്യുന്നത് 89.95 എന്ന ലെവലിലാണ്. RBIയുടെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇടപെടൽ കാരണമാണ് 90-ന് താഴെ അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി എത്താൻ ഇപ്പോൾ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലെവലിൽ താഴോട്ടേക്ക് വരികയാണെങ്കിലാണ് നമ്മുടെ മാർക്കറ്റ് കൂടുതൽ ബുള്ളിഷ് ആവുക. അതുപോലെ ഈ FOMC മീറ്റിംഗിൽ ഫെഡറൽ റിസർവിന്റെ ഒരു റേറ്റ് കട്ട് ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഗോൾഡിനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടായി, സിൽവറിലും നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മളെ ഗോൾഡ് ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് കഴിഞ്ഞ ആഴ്ച 0.75% അപ്പായിരുന്നു. സിൽവർ ബീസ് ആണെങ്കിൽ 1.85% അപ്പായിരുന്നു. അപ്പോൾ ഗോൾഡിനേക്കാൾ ശക്തമായിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സിൽവർ ആണെന്ന് കാണാൻ കഴിയും. നിഫ്റ്റിയുടെ ടെക്നിക്കൽ ചാർട്ടുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 20-യുടെ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് അത് ഏകദേശം 25,900 26,000 ആ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട്. അതിന് താഴെ പോവുകയാണെങ്കിൽ 25,850 ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉള്ളത്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു 26,000 മുകളിൽ നിൽക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും അത് ബുള്ളിഷ് ആയിരിക്കും. അപ്പോൾ 26,350 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ. ആ ലെവൽ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നിഫ്റ്റിയുടെ ലക്ഷ്യം. എങ്കിൽ മാത്രമേ ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ 26,000 എന്നതാണ് പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അതുപോലെ 26,500 കോൾ സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 ട്രേഡിംഗ് ഡേയിലും മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് ഗ്രീഡ് സോണിൽ തന്നെയാണ്. അതൊരിക്കലും ഫിയർ സോണിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ്നസ് തീർച്ചയായിട്ടും മാർക്കറ്റിലുണ്ട്. അപ്പോൾ അനുകൂലമായ വാർത്തകളാണ് തീർച്ചയായിട്ടും ഇനി മാർക്കറ്റിനെ മുന്നോട്ടേക്ക് നയിക്കുക.
ഇനി മാർക്കറ്റിൽ വരാൻ പോകുന്ന IPOകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 3 IPOകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റിംഗ് നടക്കാൻ പോകുന്നത് 10-ാം തീയതിയാണ്. അതിൽ മീഷോ IPO ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IPO. അതിൻ്റെ GMP നോക്കുകയാണെങ്കിൽ 39% ലിസ്റ്റിംഗ് ഗെയിനാണ് പ്രതീക്ഷിക്കുന്നത്. ആക്വസ് IPO ഇതേപോലെ 33% ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ വിദ്യാഭ്യാസത്തിൻ്റെ IPO നോക്കുകയാണെങ്കിൽ അവിടെ വളരെ പുവർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. 5.77 എന്നുള്ള ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയാണ് കാണുന്നത്. അതായത് മാർക്കറ്റ് ട്രെൻഡ് അനുകൂലമാണെങ്കിൽ ഈ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നിലനിൽക്കാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതുകൂടാതെ മാർക്കറ്റിൽ പുതിയ 5ഓളം IPOകൾ വരുന്നത് കാണാം. അതിലേറ്റവും എടുത്തു പറയേണ്ട IPO ICICI Prudential AMCയുടെ IPO ആണ്. അത് 12-ാം തീയതിയാണ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അതിൻ്റെ പ്രൈസ് ബാൻഡും മറ്റ് ഡീറ്റെയിൽസും ഇപ്പോഴും അവൈലബിൾ അല്ല. എങ്കിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ മറ്റൊരു സ്റ്റോക്ക് IPO കാണുന്നത് കൊറോണ റെമഡീസ് എന്ന് പറയുന്ന IPO ആണ്. ഇത് 8-ാം തീയതിയാണ് ഓപ്പൺ ആകുന്നത്. 10-ാം തീയതി ക്ലോസ് ചെയ്യും. 1008, 1062 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഈ ഒരു കമ്പനി ഈ വുമൻസ് ഹെൽത്ത് കെയർ, അതുപോലെ കാർഡിയോ ഡയബറ്റോ, പെയിൻ മാനേജ്മെൻറ്റ്, തെറാപ്പറ്റിക് ട്രീറ്റ്മെൻറ്റ് ഏരിയാസിലൊക്കെ പ്രസൻസ് ഉള്ള ഫാർമ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന ഈ ഒരു കമ്പനി. അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് ലൈനിലായാലും ബോട്ടം ലൈനിലായാലും പോസിറ്റീവാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ IPO ഫുള്ളി ഓഫർ ഫോർ സെയിലാണ്. അതായത് ഈ IPOയിൽ നിന്ന് ലഭിക്കുന്ന പണം ഒരിക്കലും കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കില്ല. മറ്റൊരു IPO നമ്മൾ കാണുന്നത് വേക്ക് ഫിറ്റ് ഇന്നോവേഷൻസിൻ്റെ IPO ആണ്. 1258 കോടി ഉള്ള ഈ ഒരു IPO, ഇതിൽ ഫ്രഷ് ഇഷ്യൂ 377 കോടി മാത്രമാണ്. ഓഫർ ഫോർ സെയിൽ 911 കോടിയാണ്. അപ്പോൾ ഇതൊരു മാട്രസ്, അതുപോലെ ഫർണിച്ചർ, ഫർണിഷിങ്സ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനാൻഷ്യൽസിൽ ടോപ്പ് ലൈനിൽ അതായത് സെയിൽസ് ഗ്രോത്ത് വർധനവുണ്ട്, പക്ഷേ പ്രോഫിറ്റ് ആ ഒരു സൈഡിൽ ഇപ്പോഴും നെഗറ്റീവാണ്. എന്നാൽ മാനേജ്മെൻറ്റ് വളരെ കോൺഫിഡൻ്റ് ആണ് ഇതിൻ്റെ ഗ്രോത്ത് ട്രെൻഡിനെ കുറിച്ചെങ്കിലും വളരെയധികം കോമ്പറ്റീഷൻ നേരിടുന്ന ഒരു ഫീൽഡ് എന്നുള്ള നിലയിലും ഇവരുടെ IPO അഗ്രസീവ്ലി പ്രൈസ് ചെയ്തതുകൊണ്ടും ഇത് അത്ര ആകർഷകമായിട്ട് തോന്നുന്നില്ല. അടുത്തൊരു IPO നമ്മൾ കാണുന്നത് പാർക്ക് മെഡി വേൾഡ് IPO ആണ്. 920 കോടിയുടെ ഈ ഒരു IPOയിൽ 770 കോടിയുടെ ഫ്രഷ് ഇഷ്യൂവും 150 കോടിയുടെ ഓഫർ ഫോർ സെയിലുമാണ്. അപ്പോൾ പാർക്ക് മെഡി വേൾഡ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെയിനാണ്. നോർത്ത് ഇന്ത്യയിലെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ചെയിനാണിത്. ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണിത്. ഇപ്പോൾ 2025 മാർച്ച് വരെയുള്ള ഒരു കണക്ക് പ്രകാരം 3000-ഓളം ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണിത്. മറ്റൊരു IPO കാണുന്നത് നെഫ്രോ കെയർ ഹെൽത്ത് IPO ആണ്. 871 കോടിയുടെ ടോട്ടൽ ഇഷ്യൂ സൈസുള്ള ഈ ഒരു IPOയിൽ 353 കോടി മാത്രമാണ് ഫ്രഷ് ഇഷ്യൂ, 517 കോടി ഓഫർ ഫോർ സെയിലാണ്. അപ്പോൾ ഈ ഡയാലിസിസ് കെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്ലോബലി പ്രസൻസ് ഉള്ള ഒരു ഹെൽത്ത് കെയർ കമ്പനിയാണിത്. അപ്പോൾ ഏഷ്യയിലെ ഒരു ലാർജസ്റ്റ് ഡയാലിസിസ് പ്രൊവൈഡറും വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 5th ലാർജസ്റ്റ് ഗ്ലോബൽ ലീഡറുമാണ്. എന്നാൽ ഇതിൻ്റെയും IPO പ്രൈസ് വളരെ അഗ്രസീവ്ലി പ്രൈസ് ചെയ്തതായിട്ട് കാണാൻ കഴിയുക. എന്നാൽ ഫൈനാൻഷ്യൽസ് ഓക്കെയാണ്. അപ്പം ഇതും നിങ്ങൾക്ക് പഠന വിധേയമാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത ആഴ്ച മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.